വെൽക്കം ടു QA ഫോക്കസ് പ്ലസ് ടു മാത്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിനകത്ത് നമ്മൾ റിലേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സെറ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റിനകത്ത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇത് മൂന്നും ചെക്ക് ചെയ്യാനാണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. 3 ടൈപ്പ് റിലേഷനാണ്: റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, സിമെട്രിക്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം. എ എലമെൻ്റ് ഓഫ് ആർ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സെറ്റിനകത്ത് 1 2 3 4 ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന റിലേഷനകത്ത് 1 എലമെൻ്റ് ഓഫ് ആർ, അല്ലെങ്കിൽ ഇപ്പോൾ 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 എലമെൻ്റ് ഓഫ് ആർ, അതായത് ഡബ്ലിറ്റ്സ് വരിക, സെയിം എലമെൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ. അങ്ങനെ വരികയാണെങ്കിൽ ആ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, എ റിലേഷൻ ഈസ് സെറ്റ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എ ബിലോങ്സ് ടു ആർ ഫോർ every a belongs to the given set. For every a belongs to the given set. ആ തന്നിരിക്കുന്ന സെറ്റിനകത്തുള്ള എല്ലാ എസും, അതായത് എല്ലാ ഡബ്ലെറ്റ്സും ഇതിനകത്ത് റിലേഷനകത്ത് വരുന്നുണ്ടെങ്കിൽ 1 1 2 2 ഇതുപോലെ ഡബ്ലെറ്റ്സ് ആയിട്ട് വരുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആ തന്നിരിക്കുന്ന റിലേഷനകത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാൻ പറ്റും? റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ റിലേഷൻ ആർ defined in a set A, set 1 2 3 etc 13 14 14 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R equal to xy such that 3x minus y equal to 0. ഇവിടെ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് 1 2 3 4 എക്സെട്ര 13 14 വരെ ഉണ്ട്. എന്നിട്ട് നമുക്കവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3x minus y equal to 0 എന്നാണ്. ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്കറിയണം. ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്കറിയണം. റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം. ഫോർ എവരി എ എലമെൻ്റ് ഓഫ് എ. ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 3x മൈനസ് വൈ ഈക്വൽ ടു 0. 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഞാനിവിടെ 1 1 എടുക്കാൻ വിചാരിച്ചു. 1 1 എടുത്തു കഴിഞ്ഞാൽ
3 ഇൻറ്റു 1 മൈനസ് 1 എന്ന് വരും അല്ലേ. എക്സ് 1 ആണ്, വൈ 1 ആണ്. 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 1 മൈനസ് 1 ദാറ്റ് ഈക്വൽ ടു 3 minus 1 that equal to 2 which is not equal to 0. എന്ന് വെച്ചാൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ വേറെ 2 നമ്പേഴ്സ് എടുക്കുകയാണ്. 3 എടുക്കുകയാണ്, എക്സും വൈയും. അവിടെയും 3 ഇൻറ്റു 3 മൈനസ് 3 ദറ്റ് ഈസ് 9 മൈനസ് 3 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ എ നോട്ട് ദ എലമെൻ്റ് ഓഫ് ആർ. ആ റിലേഷനകത്ത് എ വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്നത് സെറ്റ് എന്തല്ല? ദ ഗിവൺ സെറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. തന്നിരിക്കുന്ന സെറ്റ് റിഫ്ലെക്സീവ് അല്ല. ദ ഗിവൺ സെറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. മനസ്സിലായോ? ഇനി ഇവിടുത്തെ രണ്ടാമതായിട്ട് നമുക്ക് അറിയേണ്ടത് സിമെട്രിക്. ദ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന്. ദ ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക്. ഒരു റിലേഷൻ സിമെട്രിക് ആകണമെങ്കിൽ ഇഫ് എ ബി എലമെൻ്റ് ഓഫ് ആർ, ആ റിലേഷനകത്ത് എ ബി എലമെൻ്റ് ആണെങ്കിൽ which implies BA also an element of R. AB ഒരു റിലേഷനകത്ത് വരുന്നുണ്ടെങ്കിൽ ബി എയും ഉറപ്പായിട്ടും ആ റിലേഷനിൽ വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ റിലേഷൻ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 2, 3 എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ ആരും എലമെൻ്റ് ആയിരിക്കണം? 3, 2 എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിനെ സിമെട്രിക് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. എക്സ് വൈ എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ വൈ എക്സും എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം. നമുക്കിപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് നോക്കിയേ. ആർ in a set A equal to 1, 2, 3 etc. up to 14. R എന്ന് പറയുന്ന റിലേഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നാണ്. അപ്പം സെയിം റിലേഷൻ തന്നെ നമുക്ക് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അത് ട്രാൻസിമെട്രിക് ആയിട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളത്. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നാണ്. സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 3 etc. up to 14 വരെയുണ്ട്. ഇവിടെ ഞാനൊരു എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 3യും എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ 1, 3 1, 3 എലമെൻ്റ് ഓഫ് ആർ ആണ്. കാര്യം എന്താ? 3 ഇൻറ്റു 1 മൈനസ് 3 ഈക്വൽ ടു 0 ആണ് അല്ലേ. 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്കും 1ഉം 3യും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1ഉം 3യും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ? ഇത് സിമെട്രിക് ആകണമെന്നുണ്ടെങ്കിൽ 3യും 1ഉം എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം. 3യും 1ഉം എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം. എന്ന് വെച്ചാൽ എക്സിന് 3 കൊടുക്കുമ്പോഴും വൈക്ക് 1 കൊടുക്കുമ്പോഴും നമുക്ക് ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കൊടുത്തു നോക്കിയേ. 3 ഇൻറ്റു 3 മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് 1, 3 belongs to R, but 3, 1 not belongs to R.
അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് അല്ല. ഇനി 1 3 ബിലോങ്സ് ടു ആറും 3 1 ബിലോങ്സ് ടു ആറ് തന്നെയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സിമെട്രിക് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ നോട്ട് ബിലോങ്സ് ടു ആറാണ്, ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതെന്തല്ല? നോട്ട് സിമെട്രിക് ആണ്, സിമെട്രിക് അല്ല. അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പ് ഓഫ് റിലേഷൻസ് പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ എന്നാണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഡബ്ലറ്റ്സ് എലമെന്റ്സ് ഓഫ് ആർ ആയിരിക്കണം. XX എലമെന്റ് ഓഫ് ആർ, YY എലമെന്റ് ഓഫ് ആർ, AA എലമെന്റ് ഓഫ് ആർ, BB എലമെന്റ് ഓഫ് ആർ, 2 2 എലമെന്റ് ഓഫ് ആർ, 4 4 എലമെന്റ് ഓഫ് ആർ, അങ്ങനെ വരുന്ന കണ്ടീഷൻസ് ആണ് റിഫ്ലെക്സീവ് ആകുന്നത്. സിമെട്രിക് ആണെങ്കിൽ AB എലമെന്റ് ആണെങ്കിൽ BAയും എലമെന്റ് ആയിരിക്കണം. XY എലമെന്റ് ആണെങ്കിൽ YXും എലമെന്റ് ആയിരിക്കണം. 4 5 എലമെന്റ് ആണെങ്കിൽ 5 4ഉം എലമെന്റ് ആയിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ്. തേർഡ് റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് AB ബിലോങ്സ് ടു R and BC belongs to R, which implies AC also belongs to R. വെറുതെ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. 2 4 ബിലോങ്സ് ടു R ആണ്. 2 4 ബിലോങ്സ് ടു R ആണ്. 4 6 ബിലോങ്സ് ടു R ആണ്. ഇത് A, ഇത് B, ഇത് B, ഇത് C അല്ലേ? അപ്പം AB ബിലോങ്സ് ടു R, BC ബിലോങ്സ് ടു R ആണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആകാനായിട്ട് AC ബിലോങ്സ് ടു R ആയിരിക്കണം. A ആരാ? 2, C ആരാ? 6, 2 6 ബിലോങ്സ് ടു R ആയിരിക്കണം. 2 6 ബിലോങ്സ് ടു R ആയിരിക്കണം. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് 2ഉം 4ഉം R എന്ന് പറഞ്ഞ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 4ഉം 6ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ 2ഉം 6ഉം ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. AB സാറ്റിസ്ഫൈ ചെയ്തു, BC സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ Aയും Cയും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ? ആ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ എക്സാമ്പിൾ എടുത്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഞാനിവിടെ 1 3 എടുത്തു, 3 9 എടുത്തു. 1 3യും 3 9ഉം 3 × 1 - 3 = 0 എന്ന് കിട്ടും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് ബിലോങ്സ് ടു R ആണ്. അതുപോലെ 3 9, 3 × 3 - 9 അതും = 0 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 9ഉം എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1 9ഉം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1 9 എന്ന് പറയുമ്പോഴത്തേക്കും 3 × 1 - 9 ≠ 0 ആണ്. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ദ ഗിവൺ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ദ ഗിവൺ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഒരു
എക്സാമ്പിൾ ക്വസ്റ്റിനകത്ത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ ഡിഫൈൻഡ് ഇൻ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 6 1 2 3 4 5 6. ഇനി റിലേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. വൈയെ നമുക്ക് എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആ റിലേഷൻ എന്ന് പറയുന്നത് വൈയെ എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ സിമെട്രിക് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് നമ്മൾ റിഫ്ലെക്സീവ് ആണോ നമ്മൾ നോക്കുവാണ്. ഈ റിലേഷനകത്ത് 2 എലമെൻ്റ് ഓഫ് ആർ എടുത്തു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, തിരിച്ചെഴുതിയാൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 3 എലമെൻ്റ് ഓഫ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്തായിരിക്കും? ദ ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക്. തന്നിരിക്കുന്നത് സിമെട്രിക് ആണ്. ദ ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക്. ഇനി സെക്കൻഡ്, സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ്. പറഞ്ഞ് തെറ്റിപ്പോയതാണ്. റിഫ്ലെക്സീവ്. ഡബ്ലറ്റ്സ് വരികയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. 2 belongs to 3 belongs to, that is reflexive. A belongs to R. The given relation is reflexive. നെക്സ്റ്റ് നമ്മൾ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകണം. സിമെട്രിക് ആയിട്ട് വരാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ y is divisible by x എന്നാണ്. y നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? x കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 3 6 എടുത്തു. ഇത് x, ഇത് y. y എന്ന് പറയുന്ന 6 ആണ്. 6/3 ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 6/3 2 കിട്ടും. എന്ന് വെച്ചാൽ ഇത് എലമെൻ്റ് ഓഫ് 6 ആണ്. 6/3 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 6 ഈസ് ഡിവിസിബിൾ ബൈ 3. 6നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ബിലോങ്സ് ടു 6 ആണ്. 6 3 എടുത്തേ. 6 3 3യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? 3യെ 6 കൊണ്ട് നമുക്ക് നോട്ട് ഡിവിസിബിൾ ആണ്. നോട്ട് ഡിവിസിബിൾ ആണ്. That means 6 3 not belongs to R. 6 3 not belongs to R. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന റിലേഷൻ നോട്ട് സിമെട്രിക് ആണ്. തന്നിരിക്കുന്നത് സിമെട്രിക് അല്ല. തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് അല്ല. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ ഡബ്ലറ്റ്സ് ഏത് വാല്യൂ എടുത്താലും 5 5 എടുത്താലും ബിലോങ്സ് ടു 6 ആണ്. 6 6 എടുത്താലും ബിലോങ്സ് ടു 6 ആണ്. എന്ന് വെച്ചാൽ അത് റിഫ്ലെക്സീവ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 2 4 എടുത്തു. 2 6 എടുത്തു. 3 6 എടുത്തു. ബിലോങ്സ് ടു 6 ആണ്. പക്ഷെ 6 3 എടുത്താൽ നോട്ട് ബിലോങ്സ് ടു 6 ആണ്. ഇതേപോലെ തന്നെ 2 4 എടുത്ത് നോക്കിയേ. 4നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 4 2 എടുത്താൽ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നോട്ട് ഡിവിസിബിൾ ആണ്. ഏത് എക്സാമ്പിൾ എടുത്താലും നമുക്ക് നോട്ട് സിമെട്രിക് എന്നാണ് നമുക്കിവിടെ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണോ. ട്രാൻസിറ്റീവ് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആരും ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ സിയും ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടുന്ന കണ്ടീഷൻ. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും വൺ 3 തന്നെ എടുത്തു.
1 3 എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആണ്. കാര്യം എന്താ, 3യെ 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 3 6 എടുത്തു. 3 6 എടുക്കുമ്പോഴത്തേക്കും 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബിലോങ്സ് ടു R ആണ്. ഇവിടെ 3/1 വരും, ഇവിടെയും 6/3 വരും. പോസിബിളാണ്. AB BC. അങ്ങനെയാണെങ്കിൽ 1 6ഉം എന്ത് തന്നെയായിരിക്കണം? 1 6ഉം ബിലോങ്സ് ടു R ആയിരിക്കണം. 1 6ഉം ബിലോങ്സ് ടു R ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? ദ ഗിവൺ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. വൺ 3യെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 6 എടുത്തു. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 6 എടുത്തു. 1 6 എടുക്കുമ്പോഴത്തേക്കും 6നെ 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആയോ? ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, ബട്ട് സിമെട്രിക് അല്ല. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും ട്രാൻസിറ്റീവ് ആണ്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഇനി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റും കൂടി ഉണ്ട്. given relation റിഫ്ലെക്സീവും സിമെട്രിക്കും ഗിവൺ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ ഗിവൺ റിലേഷൻ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഇക്വിവലൻസ് റിലേഷൻ എന്നാണ്. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ആ റിലേഷനെ നമ്മൾ വിളിക്കുന്നത് ഇക്വലൻസ് റിലേഷൻ എന്നാണ്. ഇക്വലൻസ് റിലേഷൻ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ തന്നിരിക്കുന്നത് നമ്മളിപ്പം ഈ ചെയ്ത എക്സാമ്പിൾ ഇക്വലൻസ് ആണോ? അല്ല. കാര്യം എന്താ? അത് റിഫ്ലെക്സീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ 3 റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കതിന് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് സിമെട്രിക് എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സിമെട്രിക് എന്നുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്നത് ഇക്വലൻസ് റിലേഷൻ അല്ല. ഇപ്പോൾ എക്സാമിന് സാധാരണ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ചോദിക്കും, ചിലപ്പോൾ 3 കൂടി ചോദിക്കാറുണ്ട്, ചിലപ്പം 3 റിലേഷനും പറയത്തില്ല. ചെക്ക് വെദർ ദ ഗിവൺ റിലേഷൻ ഈസ് ഇക്വലൻസ്. അത്രയും മാത്രമേ ക്വസ്റ്റിന് വരാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.